ചിക്കൻ കറിയൊക്കെ ജപ്പാനിൽ വെക്കാൻ പറ്റുമെങ്കിലും താറാവ് കറി നാട്ടിൽ പോയാൽ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാ തവണയും നാട്ടിൽ പോകുമ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഉള്ളതാണ് താറാവ് കറി കഴിക്കുന്നത്. ഇത്തവണ നാട്ടിൽ പോയപ്പം വെള്ളപ്പൊക്കവും മഴയൊക്കെ ആയിട്ട് ഡക്കിനെ കിട്ടാൻ നല്ലോണം ബുദ്ധിമുട്ടി. പക്ഷേ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു ഡക്കിനെ അടുത്തൊരു വീട്ടിൽ നിന്ന് തന്നെ വാങ്ങുകയും ചെയ്തു. പണ്ട് കറിയിലൊന്നും കിടക്കുന്ന കറിവേപ്പില ഞാൻ കഴിക്കാറില്ലായിരുന്നു. ജപ്പാനിൽ കറിവേപ്പില കിട്ടാത്തത് കൊണ്ടാണോ എന്തോ ഇപ്പോൾ കറി കിടക്കുന്ന കറിവേപ്പിലയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കഴിക്കും. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡക്കിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇതിലേക്കാണ് ഉള്ളി ഇട്ട് വഴറ്റുന്നത്. അമ്മ ഇവിടെ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ അരച്ചെടുക്കുകയാണ്. ഈ അരച്ചെടുത്തത് ചേർത്തിട്ടാണ് നമ്മൾ ഡക്ക് കറി വെക്കുന്നത്. അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലും 1-ാം പാലും 2-ാം പാലും നമ്മളെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളി വയലാൻ നല്ലോണം സമയമെടുത്തായിരുന്നു. കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് കുറച്ച് നേരം എടുത്ത് വഴറ്റിയെടുത്തു. ഉള്ളി വഴണ്ടി കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ ഡക്കിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുവാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്കും ഡക്കും ഒന്ന് ശരിയായി കിട്ടും. വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി പൊടികൾ ഓരോന്നായിട്ട് ഇതിൻ്റെ നടുക്കൊക്കെ ഇട്ട് ചൂടാക്കി എടുക്കും. മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, നിറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെയാണ് ഇതിനകത്തേക്ക് ഇടുന്ന പൊടികൾ. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന പച്ചമുളകും ഉള്ളിയും കൂടെയുള്ള മിക്സില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഡക്ക് വൃത്തിയാക്കി കൊണ്ടുവന്നെങ്കിലും അതിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെയൊക്കെ വൃത്തിയാക്കി എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം സമയമെടുത്തു ഡക്ക് കറി റെഡി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വെന്ത് കിട്ടാനും കുറച്ചേറെ സമയമെടുത്തായിരുന്നു. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഡക്കിന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അടുപ്പിലെ തീ ഇടയ്ക്കിടയ്ക്ക് ബൈ ബൈ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിനെ ഊതുക, പുതിയ വിറക് വെച്ച് കൊടുക്കുക ഒരു പരിപാടി തന്നെയാണ്. ഇത് ഇളക്കിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ 2-ാം പാൽ ഇതിലേക്ക് പല തവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തായിരുന്നു. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കും. 20 മിനിറ്റോളം നമ്മളിതിനെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് പോയി ഒന്ന് ഇളക്കി കൊടുത്തു. താറാവ് വെന്തിട്ട് ചോറുണ്ണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും. താറാവ് കറി വേവുന്ന ലക്ഷണവും ഇല്ല. 25-30 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 1-ാം പാലോട് ഒഴിച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഡക്ക് കറി റെഡിയായി. പക്ഷേ ഈ ഡക്ക് കറി ഈ അടുപ്പിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കടന്ന് കുറേ കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഇപ്പോൾ ഉടനെ എടുത്താൽ കിട്ടത്തില്ല. അത്രയ്ക്കൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങളത് തിളച്ചപ്പോഴേ കുറേശ്ശെ കോരിയെടുത്തു. ഇപ്പം നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഡക്ക് കറി വിളമ്പുന്നത്. അത്രയ്ക്ക് സുഖമില്ലായിരുന്നു. സാധാരണ ചോറിൻ്റെ കൂടെ ഡക്ക് കറി കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു രസം. അല്ലേ പിന്നെ നല്ല പത്തിരിയോ അപ്പോ ഒക്കെ വേണം ഡക്ക് കറിയുടെ കൂടെ. ഡക്ക് കറി തീർന്നിട്ടില്ലല്ലോ, നമുക്കിനി ഡിന്നറിന് നോക്കാം.